മാർച്ച് 11 തിങ്കളാഴ്ച, നോമ്പുകാലത്തെ 4-ാമത്തെ ആഴ്ച. യോഹന്നാൻ 4:43 മുതൽ 54 വരെ വാക്യങ്ങൾ. ഫോക്സ് ഹോളുകളിൽ നിരീശ്വരവാദികൾ ഇല്ല എന്ന ഒരു പ്രയോഗമുണ്ട്. കടുത്ത സമ്മർദ്ദമോ ഭയമോ ഉള്ള അവസരങ്ങളിൽ ഉയർന്ന ഒരു ശക്തിയിൽ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുമെന്ന സൂചിപ്പിക്കുന്ന ഒരു പഴഞ്ചൊല്ലാണിത്. യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിശ്വാസത്തിലെ പെട്ടെന്നുള്ള മാറ്റത്തെ ഫോക്സ് ഹോൾ പരിവർത്തനം എന്ന് വിളിക്കുന്നു. യുദ്ധത്തിൻ്റെ മുൻനിരയിൽ ഒരാളുണ്ടായിരുന്നു. ചുറ്റും വെടിയുണ്ടകൾ പറക്കുന്നു, മോർട്ടാർ പൊട്ടിത്തെറിച്ചുകൊണ്ടിരുന്നു. താൻ മരിക്കുമെന്ന് അയാൾ ഭയപ്പെട്ടു. പെട്ടെന്ന് അയാളുടെ അടുത്തിരുന്ന ആളെ ഒരു ബുള്ളറ്റ് വന്ന് അയാൾ മരണമടയുന്നു. പരിഭ്രാന്തിയിൽ പണ്ട് താൻ സൺഡേ സ്കൂളിൽ പഠിച്ച വേദപാഠം ഇയാൾ ഓർക്കുന്നു. എല്ലാ ദിവസവും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവഭക്തയായ തൻ്റെ അമ്മയെക്കുറിച്ച് അവൻ ചിന്തിച്ചു. അവൻ ഇപ്രകാരം നിലവിളിച്ച് പ്രാർത്ഥിച്ചു: ദൈവമേ, എന്നെ ഇവിടെ നിന്ന് സുരക്ഷിതമായി വിടുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ നിന്നെ അനുഗമിക്കും. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. യുദ്ധത്തിൽ നിന്ന് സുരക്ഷിതമായി അവൻ തിരികെ വീട്ടിലെത്തി. ആ മനുഷ്യൻ്റെ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ അടയാളം യുദ്ധത്തിൻ്റെ ഭയപ്പാടിൽ ദൈവത്തോട് നിലവിളിക്കുന്നതിലല്ല, പിന്നെയോ ആ യുദ്ധമില്ലാത്ത അവസരത്തിൽ എത്രമാത്രം വിശ്വാസം പ്രകടിപ്പിക്കുന്നു എന്നതിലാണ്. വിശ്വാസത്തിൻ്റെ യഥാർത്ഥ അളവുകോൽ നമ്മുടെ സമ്മർദ്ദങ്ങൾ കുറയുമ്പോൾ നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. ദൈവത്തെ മറന്ന് വീണ്ടും പഴയ വഴിയിലേക്ക് മടങ്ങുമോ, അതോ കൂടുതൽ ആഴത്തിൽ ക്രിസ്തുവിൻ്റെ സന്ദേശം ഉൾക്കൊണ്ട് ഒരു യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കുമോ? തൻ്റെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും രക്ഷകനായി യേശുവിൽ വിശ്വസിക്കുകയും അത് ഉറക്കെ പറയുകയും ചെയ്യുന്ന ഒരു വിശ്വാസിയായിട്ട് ഇയാൾ മാറുമോ? ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ഒരു രാജകീയ ഉദ്യോഗസ്ഥൻ യേശുവിനെ സമീപിക്കുന്നതായി കാണാം. അദ്ദേഹത്തിൻ്റെ മകൻ മാരക രോഗബാധിതനായിരുന്നു. സ്വാഭാവികമായും ഈ ഉദ്യോഗസ്ഥൻ അസ്വസ്ഥനും ഭയത്താൽ നിറഞ്ഞവനുമായിരുന്നു. അയാൾ യേശുവിനെ സമീപിച്ച് തൻ്റെ കുട്ടിയെ സുഖപ്പെടുത്താൻ വരാൻ അപേക്ഷിച്ചു. കുട്ടി മരണത്തോടടുക്കുകയായിരുന്നു. ഒട്ടും സമയം കളയാനില്ലായിരുന്നു. യേശു ഉടനെ തന്നോടൊപ്പം വരണമെന്ന് ആ പിതാവ് ആവശ്യപ്പെട്ടു. ഇയാളുടെ ഭയപ്പാട് യേശു മനസ്സിലാക്കി. ആ മനുഷ്യൻ്റെ ഹൃദയം യേശു കണ്ടു. തൻ്റെ കുട്ടി ജീവിക്കുമെന്ന് യേശു ആ പിതാവിനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. പിന്നീട് വീട്ടിൽ പോയി കുട്ടിയെ കാണാൻ ഉദ്യോഗസ്ഥനോട് പറയുകയും ചെയ്തു. ഉദ്യോഗസ്ഥൻ ഉടനെ വീട്ടിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ തൻ്റെ കുഞ്ഞ് പൂർണ്ണമായി സുഖം പ്രാപിച്ചതായി കണ്ടു. മകൻ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തിരിക്കുന്നു. ആ നിമിഷത്തിൽ ആ പിതാവ് അനുഭവിച്ച സന്തോഷവും നന്ദിയും ഒന്ന് സങ്കല്പിക്കുക. അന്നു മുതൽ തീർച്ചയായിട്ടും അയാളും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും യേശുവിൽ വിശ്വസിച്ചിരിക്കണം. യേശുവിനോട് നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന രോഗശാന്തി എന്താണ്?
അത് ഉടനടി ലഭിച്ചാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം യേശുവിലുള്ള വിശ്വാസത്തിന് ആഴം വർദ്ധിക്കുമോ? ഒരുപക്ഷെ നമ്മൾ സ്വയം ചോദിക്കേണ്ട അടിസ്ഥാനപരമായ ചോദ്യം ഇതാണ്: നാം യേശുവിനെ യഥാർത്ഥമായി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടോ? യേശു നമ്മെ സ്നേഹിക്കുന്നുവെന്നും അവനെപ്പോഴും നമ്മോടൊപ്പം ഉണ്ടെന്നും നാം വിശ്വസിക്കുന്നുണ്ടോ? യേശു നമുക്ക് ദാനവും കൃപയും നൽകുന്നുവെന്ന് നാം യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ചില പ്രതിസന്ധികളിൽ നിന്നുള്ള മോചനത്തിനായി മാത്രം നാം അവനെ അന്വേഷിക്കുകയാണോ? അടുത്ത പ്രതിസന്ധി വരുന്നതുവരെ അവനെ മാറ്റി നിർത്തുകയാണോ? അതൊന്നും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. പകരം നാം നമ്മുടെ വിശ്വാസത്തിൽ കൂടുതൽ ആഴത്തിൽ പോകാനും അവൻ ആരാണെന്നതിനാൽ അവനെ വിശ്വസിക്കുകയും പിന്തുടരുകയും ചെയ്യണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നിങ്ങളുടെ പ്രതിസന്ധി പരിഹരിക്കുന്ന ഫോക്സ് ഹോൾ വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ നിത്യജീവന്റെ പക്വമായ വിശ്വാസത്തിലേക്ക് മാറണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ